അയ്യോ. അപ്പൊ എന്റെ പൊന്നു മക്കളെ, ഞാനിപ്പോ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് നമ്മളിതാ ഒരു ഐറ്റം ആണ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത്. വേറെ ഒന്നല്ല, സാധനം എന്ന് പറഞ്ഞത് ഇതാ ഞാനൊന്ന് ഇറങ്ങട്ടെ. ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നേക്കുന്ന ഒരു ഐറ്റം ആണ് നമ്മുടെ കേരളത്തിൽ. റാറ്റ് റോഡ് എന്നാണ് പറയുന്നത്. ഈ ഒരു സാധനം ഉണ്ടാക്കിയ ആളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ വിളിക്കുകയാണ്. രാകേഷ് അണ്ണാ, വാ. നമ്മൾ ഇന്ന് കംപ്ലീറ്റ്ലി നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നൊരു റിയാക്ഷൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് പോകണം അല്ലേ. ഇത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയ, കാരണം ഇന്ത്യയിൽ ആദ്യമായിട്ട് എങ്ങനെയാണ് ഇങ്ങനൊരു ഇത്രയും വലിയൊരു ചെയ്യാനുള്ളൊരു പ്രേരണ എന്താണ്? പ്രേരണ എന്ന് പറഞ്ഞാല് റാറ്റ് റോഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇവിടെ ആദ്യം ആരും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ഞാൻ ഈ മിനിയേച്ചർ വണ്ടി ചെയ്യുന്നതുകൊണ്ട് എല്ലാരും മിനിയേച്ചർ ചെയ്യുള്ളൂ എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു. അപ്പൊ എനിക്ക് ഒരു വലിയ വണ്ടി ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന്റെ പുറത്ത് നമ്മുടെ സ്വന്തം പ്രോജക്റ്റ് ആയിട്ട് പണ്ട് പോലെ മനസ്സിൽ കയറിയ ഒരു ഐഡിയ ആണ് ഈ റാറ്റ് റോഡ്. അങ്ങനെ ചെയ്തുകൊണ്ട് വന്നാണ് ഈ കാണുന്ന മുതല. അയ്യോ, അണ്ണൻ എന്നോട് അവിടുന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. മറ്റേ പറക്കത്തില്ലല്ലോ. എടാ മാറി നിൽക്കണം അവിടുന്ന്. ഒന്നും മുന്നോട്ട് നീങ്ങ്, എന്നിട്ട് നീങ്ങ്. നമ്മളെ ചെറുക്കനതാ ഓണായിട്ടുണ്ട് കേട്ടാ. അതിന്റെ രക്ഷയില്ല. അപ്പൊ ഇനി നമുക്ക് ഒന്നും പറയണ്ട, കാരണം കാണിച്ചു കൊടുക്കുക ലൈവ് ആക്ഷൻ. ആൾക്കാർ, അതായത് ഞാൻ പറഞ്ഞില്ല, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുന്നത്. അപ്പൊ അതും കേരളത്തിൽ ജനങ്ങളൊരു പ്രതികരണം എന്നറിയാം. നമ്മൾ നമ്മുടെ റിക്കവറി വാനിൽ വണ്ടിയായിട്ട് പോകാൻ വേണ്ടി പോവാണ്. ഇനി നിങ്ങൾ നേരിട്ട് കണ്ടോ, പോവാ. രാജേഷേട്ടാ, സെറ്റല്ലേ? ഇത് എങ്ങോട്ടാ പോണ? ആദ്യം സ്കൂള് കോളേജ്. വാ, സെറ്റ്. അതെടുക്കാം, അത് കേട്ടാ പോവാം. പക്ഷെ എന്റെ മോനെ വിഷയം. ആദ്യം SM കോളേജ്, സെന്റ് മൈക്കിൾസ്, എവിടെയാണോ പോണ്ടേ? സ്കൂള്. നൈപുണ്യം പോയി കറങ്ങി വരാം. ചേർത്തലൊക്കെ വികാരാണ് കേട്ടോ. പാട്ടൊക്കെ ഇട്ടാണല്ലോ. അപ്പൊ ടൗണിൽ ഇറങ്ങിട്ടോ, ചേർത്തല ടൗണിൽ ഇറങ്ങി. അങ്ങനെ നമുക്ക് ഗേറ്റട കിട്ടി. എന്റെ പൊന്നണ്ണ, ആൾക്കാര് വളഞ്ഞു. പിള്ളേരുതാ, ചേട്ടന്മാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കട്ടെ. കൊള്ളാമോ? വിഷയാണോ? പാർക്കിംഗ് അത് നമ്മളിവിടെ കണിച്ചുളങ്ങര. ആ, അവിടെ
ആള് കൂടിയല്ല കളറാക്കിയിട്ടുണ്ട്. ആള് കൂടിയല്ല. അയ്യോ രക്ഷയില്ലാട്ടാ. സെറ്റായി.